മലപ്പുറം കാളികാവിലെ നരഭോജിക്കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരുന്നു. കാളികാവിലെ കേരള എസ്റ്റേറ്റ് ഭാഗങ്ങളിലാണ് ഇന്ന് തിരച്ചിൽ. രാവിലെ ക്യാമറകൾ പരിശോധിച്ചെങ്കിലും കടുവയുടെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. അതേസമയം കടുവ ദൗത്യം ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാനാകാത്തതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. ശിവദാസ് കന്മന വിവരങ്ങൾ നൽകും. കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യമാണ് ദിവസങ്ങളായി തുടരുന്നത്. നമുക്കറിയാം, വിവിധയിടങ്ങളിൽ ക്യാമറകളൊക്കെ സ്ഥാപിച്ചുവെങ്കിൽ പോലും അതിനുശേഷം അതിൽ കടുവ പതിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നാട്ടുകാരാകെ പ്രതിഷേധത്തിലായിട്ടുണ്ട് എന്ന കാര്യം കൂടിയാണുള്ളത്. ഇന്നിപ്പോൾ കാളികാവിലെ കേരള എസ്റ്റേറ്റ് ഭാഗങ്ങൾ, അവിടെയാണ് കടുവയെ അന്ന് കണ്ടത്. അപ്പോൾ കേരള എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളിലാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. ശിവദാസ് കന്മന വിവരങ്ങൾ നൽകും. ശിവദാസ്, ഒരാഴ്ച പിന്നിട്ടു, പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും കടുവയെന്ന് മാത്രമല്ല, ഏത് ഭാഗത്തുണ്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ലാത്ത സാഹചര്യമുണ്ട്. നാട്ടുകാരും എന്താണ് വ്യക്തമാക്കുന്നത്? ഈ ദൗത്യ സംഘവും വ്യക്തമാക്കുന്നത് എന്താണ്? വീണ, ഇന്ന് 9ാം ദിനമാണ് ഈ തിരച്ചിൽ ആരംഭിച്ചിട്ട്. ഇതുവരെ കടുവയെ പിടികൂടാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്ന് 9ാം ദിനത്തിലും ഇപ്പോഴും തിരച്ചിൽ തുടരുക തന്നെയാണ്. ഇപ്പോൾ ഇന്ന് 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായിട്ടാണ് തിരച്ചിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരള എസ്റ്റേറ്റിൽ ആണ് ഈ തിരച്ചിൽ നടക്കുന്നത്. കാരണം ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം തന്നെ ഇത്തരത്തിൽ കേരള എസ്റ്റേറ്റിന് സമീപം കടുവയെ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നത്. അതായത് കേരള എസ്റ്റേറ്റ്, അതുപോലെ തന്നെ സുൽത്താന എസ്റ്റേറ്റ് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. ക്യാമറയിൽ അടക്കം അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരം ഭാഗങ്ങളിൽ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്. മൊത്തം 3 കൂടുകൾ സ്ഥാപിച്ചു. വ്യത്യസ്ത ഇടങ്ങളിലേക്ക് ഈ കടുവയെ കണ്ടെത്തുന്നതിന് അനുസരിച്ച് വ്യത്യസ്ത ഇടങ്ങളിലേക്ക് ഈ കൂടുകൾ മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ കടുവയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വലിയൊരു പ്രതിഷേധം നാട്ടുകാരിലും ഉണ്ട്. കാരണം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. കടുവ ഏത് ഭാഗത്ത് ഉണ്ടാകും എന്നത് കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതെല്ലാം തന്നെ എസ്റ്റേറ്റ് മേഖലകളാണ്. റബ്ബർ എസ്റ്റേറ്റും അതുപോലുള്ള മലയോര മേഖലയാണ്. നിരവധി കൃഷി സ്ഥലങ്ങൾ ഉള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്ക് പോകാനോ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസമായിട്ടും കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ വലിയൊരു പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ഇതുപോലെ പല ഭാഗങ്ങളിലും ആളുകൾ ഇതുപോലെ കൂട്ടം കൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അവർക്ക് മറ്റ് ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ. നമുക്ക് അവരോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കാറിയാം. ഇപ്പോൾ 9 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ കടുവാ ദൗത്യം. ഇപ്പോഴും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയല്ല, എന്താ കടുവിനെ പിടികൂടുന്നില്ല, അതന്നെ പറയല്ലേ. ഫോറസ്റ്റ് വരുന്നേ പോണ്, അല്ലാതെ സാധനം കാണിച്ചു കൊടുത്താൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡയറക്റ്റായിട്ട് സാധനത്തിന് കടുവനെ ഞങ്ങൾ ശരിക്കും ഡയറക്റ്റായിട്ടൊരു 100 മീറ്റർ അകലല്ല, ഒരു 50 മീറ്റർ അകലത്തിൽ ഞങ്ങൾ കടുവനെ നേരിൽ ലൈവിൽ കാണിച്ചു കൊടുത്തതാണ്. ആ സാധനത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇവരത് കൊണ്ടുപോകില്ല, അത് പിടിക്കൂല എന്നുള്ളത് ഉറപ്പാണല്ലോ. കാണിച്ചു കൊടുത്ത സാധനത്തിന് പിടിക്കൂല എന്നുള്ളത് ഉറപ്പല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ അവർ പറയാം ഞങ്ങൾ കണ്ടില്ല, കാണിച്ചു കൊടുത്തിട്ട് അവരെന്ത് ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അവർക്കൊന്നും ചെയ്യാൻ കഴിയൂല. നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ദിവസമായി ജോലിക്ക് പോലും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടിയല്ലേ? കാരണം സാധാരണ വലിയ ഗവൺമെന്റ് ജോലി, ഈ എസ്റ്റേറ്റുകളോട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ എസ്റ്റേറ്റിക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ പോകാൻ പറ്റില്ല. റബ്ബർ 3 മാസം ബാനലിക്ക് നിർത്തിയിട്ട് ജനങ്ങൾ പട്ടിണിയായി കിടന്നിട്ട് ഇപ്പോൾ മഴ പെയ്ത് ടാപ്പിംഗ് തുടങ്ങാൻ.